ഡിയർ സ്റ്റുഡൻസ്, ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസ് അഥവാ ഇവല്യൂഷൻ ഓഫ് ഇസ്ലാമിക് ഫിനാൻസ്. ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 കാലഘട്ടങ്ങളിലൂടെയാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഹിസ്റ്ററിയെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ 650 AD to 750 AD, then 750 AD to 1900 AD, then 1900 AD to 2000 AD. ഈ 3 കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് ഫിനാൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാലഘട്ടം അഥവാ 650 AD to 750 AD. Islam was revealed into Prophet Muhammad sallallahu alaihi wasallam and spread through the cities of Mecca and Medina. ഇസ്ലാം എന്നുള്ള മതം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മക്ക മദീന പ്രദേശങ്ങളിൽ പ്രചരിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു മക്കയും മദീനയും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫാർമേഴ്സും ബിസിനസ്മെനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്തിരുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോണിലൂടെയായിരുന്നു. പിന്നീട് ഇസ്ലാം എന്നുള്ള മതം പ്രചരിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റിനെ അത് വഴിതിരിച്ചു. അഥവാ ഖുറാനിലൂടെ ഇൻട്രസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിനെ ഇസ്ലാം എന്നുള്ള മതം പ്രൊഹിബിറ്റ് ചെയ്തു. പ്രവാചകന്റെ കാലത്ത് മദീന പള്ളിയെ ഒരു ഇസ്ലാമിക് ട്രഷറി ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സക്കാത്ത്, ഡൊണേഷൻസ്, സദക്ക പോലുള്ള കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യുകയും ഈ ഫണ്ടിൽ നിന്ന് ആവശ്യക്കാരായിട്ടുള്ള മുസ്ലിംസിന് ഒരു ചെറിയ തുക ലോണായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. തിരിച്ച് റിട്ടേൺ വാങ്ങുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഈടാക്കിയിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ ഒരു സിസ്റ്റം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അവർ സ്ഥാപിച്ചു. അതായത് മദീന പള്ളിയിൽ നടന്നിരുന്ന അതേ കാര്യങ്ങൾ ബൈത്തുൽ മാൽ എന്നുള്ള പേരിൽ ഒരു പുതിയ സ്ഥാപനത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈത്തുൽ മാൽ ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. ഈ ഒരു ബൈത്തുൽ മാലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സക്കാത്ത്, ലാൻഡ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ്, ഡൊണേഷൻ, പ്രോപ്പർട്ടീസ് വിത്ത് നോ ഓണർഷിപ്പ്, estate of deceased person who have no legitimate heir, etc. ഇതിന് പുറമെ അന്നത്തെ കാലത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെയ്ഫ് ഹംദാനി എന്നുള്ള ആളാണ് ആദ്യമായിട്ട് ചെക്ക് യൂസ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ലിറ്ററേച്ചേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇത്രയും കാര്യങ്ങളാണ് 650 AD to 750 AD വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇസ്ലാം എന്നുള്ള മതം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മക്ക മദീന പ്രദേശങ്ങളിൽ പ്രചരിക്കപ്പെട്ടു. മക്ക മദീന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫാർമേഴ്സും അവിടെയുള്ള ബിസിനസ്മെനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്തിരുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോണിലൂടെ ആയിരുന്നു. പിന്നീട് ഇസ്ലാം മതം പ്രചരിക്കപ്പെട്ടപ്പോൾ ഖുറാനിലൂടെ ഇൻട്രസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നിരോധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതിയൊരു രീതിയിലേക്ക് ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന മുസ്ലിംസിന് പുതിയൊരു രീതിയിലേക്ക് വഴിമാറേണ്ടി വന്നു. പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീന പള്ളിയെ ഒരു ഇസ്ലാമിക് ട്രഷറി ആയിട്ട് അവർ യൂസ് ചെയ്തു. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സക്കാത്ത്, സദക്ക, ഡൊണേഷൻ പോലുള്ള കാര്യങ്ങൾ, ഭൂനികുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ എമൗണ്ടുകൾ ആവശ്യക്കാരായിട്ടുള്ള മുസ്ലിംസിന് ലോണായിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ ലോണിൻ്റെ മേലിൽ ഒരു ഇൻട്രസ്റ്റും ഈടാക്കിയിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇതേ സിസ്റ്റത്തെ പള്ളിയിൽ നിന്ന് മാറ്റി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി, ബൈത്തുൽ മാൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയിലൂടെ അവർ നടത്തിക്കൊണ്ടുപോന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇസ്ലാമിക് ബാങ്കിങ്
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത്. ഇതിന് പുറമെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് പോലുള്ള ഇൻസ്ട്രുമെൻസും അന്ന് യൂസ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയപ്പെടാൻ സാധിക്കുന്നത്. സെയ്ഫ് ഹംദാനി എന്നുള്ള ആളാണ് ആദ്യമായിട്ട് ചെക്ക് യൂസ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ദെൻ സെക്കൻഡ് പീരീഡ് 750 AD to 1900 AD. There was a massive expansion in regional, national and international trade which was spread over Rome, Tunisia, Turkey, India and Sumatra. It was most carried on musharaka basis. ഈ ഒരു കാലഘട്ടത്ത് ഇൻട്രസ്റ്റ് ഫ്രീ ബേസിലായിട്ടുള്ള അഥവാ ഇസ്ലാമിക് ബാങ്കിങ് റീജിയണലായിട്ട്, നാഷണലായിട്ട്, ഇൻ്റർനാഷണൽ ലെവലിലായിട്ട് സ്പ്രെഡ് ചെയ്തു. റോം, തുനീഷ്യ, തുർക്കി, ഇന്ത്യ, സുമാത്ര പോലുള്ള രാജ്യങ്ങളാണ് ഇത് സ്പ്രെഡ് ചെയ്തത്. ഇറ്റ് വാസ് മോസ്റ്റ് ക്യാരിഡ് ഓൺ മുഷാറക്ക ബേസിസ്. മുഷാറക്ക ബേസിസിലാണ് ഈ ട്രേഡ് ഇവർ കണ്ടക്ട് ചെയ്തത്. മുഷാറക്ക ബേസിസ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് മോഡ് ഓഫ് ഫിനാൻസിങ് ആണ്. എന്ന് വെച്ചാൽ ട്രേഡിലുള്ള പാർട്ടീസ് പാർട്ട്നേഴ്സായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കോൺട്രാക്റ്റിൽ, ആ ഒരു ട്രേഡിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും ലോസും രണ്ട് പാർട്ടീസും ഒരുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു നിശ്ചിത പേഴ്സൻറ്റേജിലാണ് അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത്. തേർഡ് പീരീഡ് 1900 AD to 2000 AD. That is development in 19th century. There was a massive expansion of the interest-based banking system after Industrial Revolution. 19th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ഒരു കാലഘട്ടമായിരുന്നു, അതായത് വ്യാവസായിക വിപ്ലവം. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ബാങ്കിങ് സിസ്റ്റം പല രാജ്യങ്ങളിലും സ്പ്രെഡ് ചെയ്തു. മുസ്ലിം സ്കോളേഴ്സ് കോൾഡ് ആൻ ആൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ സിസ്റ്റം വിത്തിൻ ദി നോംസ് ഓഫ് ശരിയ. സോ മുസ്ലിംസ് ഇൻവെസ്റ്റേഴ്സ് അല്ലെ മുസ്ലിം ട്രേഡേഴ്സ് ഇതിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പുതിയ സിസ്റ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. 1903 ഈജിപ്ഷ്യൻസ് ഒപ്പോസ്ഡ് ദി ഇൻട്രസ്റ്റ്. 1903 ആദ്യമായിട്ട് ഈജിപ്ഷ്യൻസ് ആണ് ഇൻട്രസ്റ്റ് ഒപ്പോസ് ചെയ്തത്. പിന്നീട് അഞ്ജുമൻ ഇംദാദ് ഇ ബഹ്മി കർദ് ബിലാസുദ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളൊരു സ്ഥാപനം ഹൈദരാബാദിൽ 1923 എസ്റ്റാബ്ലിഷ് ചെയ്തു. Then 1950 ലോക്കൽ ഇസ്ലാമിക് ബാങ്ക് വിച്ച് ഈസ് സെഡ് ടു ബി ദി ഫസ്റ്റ് മോഡേൺ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഒരു ലോക്കൽ ഇസ്ലാമിക് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് മോഡേൺ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ബൈ ദി എൻഡ് ഓഫ് 1950 മുസ്ലിം സൊസൈറ്റി ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്ക് ബേസ്ഡ് ഓൺ മുദാറബ ഓർ വക്കാല. 1950കളുടെ അവസാനത്തിൽ ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. മുദാറബ, വക്കാല ബേസിസിലായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മുദാറബ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ്, അതിൽ ഒരു പാർട്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യും, മറ്റൊരു പാർട്ടി അവരുടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ബാങ്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും, ക്ലയൻറ്റ് എന്ത് ചെയ്യും, അയാളുടെ സ്കില്ല് യൂസ് ചെയ്യും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ലോസും അഗ്രീഡ് റേഷ്യോയിൽ അവർ ഷെയർ ചെയ്യും. നോർമലി ലോസ് ബിയർ ചെയ്യുന്നത് ആരാണോ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അവരായിരിക്കും ലോസ് ബിയർ ചെയ്യുക. വക്കാല എന്ന് പറഞ്ഞ ഏജൻസിയാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി മറ്റൊരു പാർട്ടി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വക്കാല. അപ്പം മുദാറബ വക്കാല ബേസിസിലായിരുന്നു 1950കളിൽ ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള സ്ഥാപനമായിട്ടായിരുന്നു ഇസ്ലാമിക് ബാങ്കിങ് മുന്നോട്ട് പോയത്. ദെൻ 1960 ഈജിപ്തിൽ ഇസ്ലാമിക് ബാങ്കിങ് വന്നു. 1963 MGISA മിഡ്ഗാമർ ഇസ്ലാമിക് സേവിംഗ് അസോസിയേഷൻ നിലവിൽ വന്നു. ദെൻ 1971 ഈജിപ്തിൽ നാസിർ സോഷ്യൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഇൻട്രസ്റ്റ് ഫ്രീ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാസിർ സോഷ്യൽ ബാങ്ക്. ദെൻ 1975 ISDB, അതുപോലെ ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഏരിയ പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ദെൻ 1977 ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഫോം ചെയ്തു. 1978 അതുപോലെ ഫൈസൽ ഇസ്ലാമിക് ബാങ്കും കുവൈത്ത് ഫിനാൻസ് ഹൗസും 1977 വന്നിട്ടുണ്ട്.
1978 സെൻറ്റർ ഫോർ റിസർച്ച് ഇൻ ഇസ്ലാമിക് എക്കണോമിക് CRIE എസ്റ്റാബ്ലിഷ് ചെയ്തു. 1980s സിംഗിൾ വേഴ്സസ് ഡ്യുവൽ സിസ്റ്റം എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്. അതായത് സിംഗിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, അഥവാ ഇസ്ലാമിക് ബാങ്കിങ് മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതാണ് സിംഗിൾ സിസ്റ്റം. ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങും അതുപോലെ കൺവെൻഷണൽ ബാങ്കിങ്ങും ഒരുപോലെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡ്യുവൽ സിസ്റ്റം. അപ്പോൾ സിംഗിൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, സുഡാൻ, ഇറാൻ. ഡ്യുവൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് മലേഷ്യ, കുവൈത്ത്, യുണൈറ്റഡ് അറബ്. മലേഷ്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മുസ്ലിം പിൽഗ്രിം സേവിംഗ് കോർപ്പറേഷൻ. 1983 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മലേഷ്യയിൽ വന്നിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് തബങ് ഹജ്ജ്. 1963 വന്നിട്ടുള്ളത്. മലേഷ്യയിലുള്ള മുസ്ലിംസിന് ഹജ്ജ് പർപ്പസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡാണ് തബങ് ഹജ്ജ്. ദെൻ 1990 ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഏജൻസി. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഏജൻസി ഡെവലപ്പ് ചെയ്തു. 1991 AAOIFI എസ്റ്റാബ്ലിഷ് ചെയ്തു. IIFM, IFSB, IILM എന്നുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതിന് ശേഷം വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള 2 ഏജൻസീസാണ് GCIBAFI അതുപോലെ ARCIFI, ജനറൽ കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആർബിട്രേഷൻ ഓഫ് റീകൺസിലേഷൻ സെൻറ്റർ ഫോർ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവ വന്നിട്ടുള്ളത് ഇൻഡസ്ട്രീസിനെ റെഗുലേറ്റ് ചെയ്യാനും ഗവേൺ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഇവല്യൂഷനായിട്ട് പറയപ്പെടുന്നത്. ഹിസ്റ്ററി ഓർ ഡെവലപ്മെൻറ്റ്സ് ഓർ ഇവല്യൂഷൻ ഓഫ് ഇസ്ലാമിക് ഫിനാൻസ്.